ഹലോ ഗൈസ്, കരിയർ വെയിൻ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ടീച്ചിങ് മാനുവലിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. അതിൽ എന്തൊക്കെയാണ് ടീച്ചിങ് മാനുവലിൽ വരുന്ന ഘടകങ്ങൾ, ആ ഘടകങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ അടുത്ത ഭാഗമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടീച്ചിങ് മാനുവൽ എന്താണ്, അതുകൊണ്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിൽ പരം കുട്ടികൾക്ക് അതിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അധ്യാപകന് കിട്ടുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു ടീച്ചിങ് മാനുവൽ എന്തൊക്കെയാണ്, അതിൽ പറയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആ ഘടകങ്ങൾ ഓരോന്നും അതിൻ്റെ പ്രശസ്തി എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പാഠാസൂത്രണത്തെ അഥവാ ടീച്ചിങ് മാനുവലിനെ 3 ഭാഗങ്ങളായിട്ട്, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ പാർട്ട് എ എന്ന് പറയുന്നത് പ്രാഥമിക വിവരങ്ങളാണ്. അതായത് വ്യക്തിഗത വിവരങ്ങൾ, അധ്യാപക വിദ്യാർത്ഥിയുടെ പേര്, വിദ്യാലയത്തിൻ്റെ പേര്, അതായത് നമ്മൾ ഏത് വിദ്യാലയത്തിലാണോ എടുക്കുന്നത് ആ വിദ്യാലയത്തിൻ്റെ പേരാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ വിഷയ വിവരങ്ങൾ, അതായത് ഏത് ക്ലാസ്സിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്, അതുപോലെ തന്നെ ഏത് ഡിവിഷനിലാണ്, അതുപോലെ ഏത് വിഷയമാണ്, അതായത് ഇപ്പോൾ മലയാളം അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം, പരിസര പഠനം, അങ്ങനെ ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ എടുക്കുന്നത്, അതുപോലെ തന്നെ യൂണിറ്റ്, ഏത് യൂണിറ്റാണ്, ഏത് പാഠഭാഗമാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വിഷയ വിവരങ്ങളിൽ വരുന്നത്. അടുത്തൊരു സമയക്രമമാണ്, അതായത് തീയതി, സമയം, ഏത് തീയതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്, സമയം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു പീരീഡാണല്ലേ ഉണ്ടാവുക, ആ ഒരു പീരീഡിലേക്കുള്ളതാണ് ഒരു ദിവസത്തെ പാഠാസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പീരീഡ് 45 മിനിറ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ 45 മിനിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാർട്ട് എ ആയിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ എന്ന ഭാഗത്ത് വരുന്നത്. ഇനി പാർട്ട് ബി ആണ്. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ പ്ലാനിങ് കോമ്പണൻസ് ആണ്. അതായത് നമ്മൾ ഒരു പാഠാസൂത്രണം പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത്. അതിലൊന്നാമത്തെയാണ് പഠന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പഠന ലക്ഷ്യങ്ങളും ആശയങ്ങളും. പഠന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ഒരു ക്ലാസ്, ആ ക്ലാസ് കഴിയുമ്പോൾ കുട്ടിയുടെ അറിവിലും ധാരണയിലും ഉണ്ടാകേണ്ട വ്യക്തമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. അതായത് കുട്ടി എന്ത് നേടും എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് കുട്ടി വ്യക്തമാക്കുന്നു. അതായത് ആ ഒരു ക്ലാസ്, ആ ഒരു പാഠാസൂത്രണം ക്ലാസ്സിൽ എടുത്തു കഴിയുമ്പോൾ അതിലൂടെ കുട്ടി എന്തൊക്കെയാണ് നേടുന്നത് അല്ലെങ്കിൽ കുട്ടി നേടേണ്ടുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻകൂട്ടി നിശ്ചയിക്കും. അതാണ് ഈ പഠന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുന്നത്. ഇനി അടുത്തത് ആശയങ്ങളാണ്. അതായത് പാഠഭാഗത്തിൻ്റെ കാതലാണ് കുട്ടി മനസ്സിലാക്കേണ്ട ആ ഒരു പാഠാസൂത്രണത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ നിന്നും കുട്ടി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ ആ ഭാഗത്ത് എഴുതേണ്ടത്. അടുത്തത് മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, ആ ഒരു മേഖലയാണ് വരുന്നത്. പഠന ലക്ഷ്യങ്ങൾ കഴിഞ്ഞു, ആശയങ്ങൾ കഴിഞ്ഞു, അടുത്തത് മൂല്യങ്ങൾ, മനോഭാവങ്ങളാണ്. അതായത് പാഠഭാഗത്തിലൂടെ കുട്ടികളിൽ എത്തിക്കേണ്ട കുറച്ച് മൂല്യങ്ങൾ, മനോഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു ക്ലാസ്സിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതായത് പാഠഭാഗത്തിലൂടെ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട സ്വഭാവ ഗുണങ്ങളും ചിന്താഗതികളുമാണ് ഈ മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്ന ഭാഗത്ത് വരുന്നത്. അപ്പോൾ അത് ഈ പാഠഭാഗം എന്നതിലുപരി ആ ഒരു ക്ലാസ്സിലൂടെ എന്തൊക്കെ മൂല്യങ്ങളും മനോഭാവങ്ങളുമാണ് എത്തിക്കേണ്ടത് എന്നാണ് നമ്മൾ ആ ക്ലാസ്സിൻ്റെ TML എഴുതുന്നത്. അടുത്തതാണ് വ്യവഹാര രൂപങ്ങൾ. അതിൻ്റെ അടുത്തതാണ് പഠന സാമഗ്രികൾ എന്ന് പറയുന്നത്. വ്യവഹാര രൂപങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ എടുക്കുന്നതിലൂടെ
കുട്ടികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ചർച്ചയാണ് ക്ലാസ്സിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ആ ചർച്ചയ്ക്ക് അവസാനമായിട്ട് എന്തുണ്ടാവും? ഒരു ചർച്ചാക്കുറിപ്പ് കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടില്ലേ? അതിനൊക്കെയാണ് ഈ വ്യവഹാര രൂപങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുട്ടികളോട് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രവർത്തനത്തിലൂടെ നമുക്ക് കിട്ടുന്നത് കുട്ടികൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഉൽപ്പന്നങ്ങളാണല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യവഹാര രൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പഠന സാമഗ്രികൾ എന്തായിരിക്കും? ആ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആകർഷകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകനെ സഹായിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും, കുറച്ച് സാമഗ്രികൾ. അതിനെയാണ് നമ്മൾ പഠന സാമഗ്രികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അധ്യാപകൻ കാണിക്കുന്ന ചാർട്ട് അല്ലെങ്കിൽ ICT എന്തെങ്കിലും വീഡിയോസൊക്കെ കാണിക്കില്ലേ, അത് ഒക്കെ എന്താണ്? പഠന സാമഗ്രികളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി LP ക്ലാസ്സുകളിൽ വരുന്ന ഒരു ഘടകമാണ് ഈ സർഗവേള എന്നത്. നിങ്ങൾ അവിടെ ചെന്നാൽ കാണാം സർഗവേളയ്ക്കായിട്ടൊരു പീരീഡ് തന്നെ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സർഗവേള എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലൂടെ ഇത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും മലയാളം ക്ലാസ്സുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സർഗവേള എന്നത് പഠനത്തിൻ്റെ പ്രധാന ഘട്ടത്തിന് ശേഷം കുട്ടികളിലെ സർഗാത്മകതയും സ്വതന്ത്ര ചിന്തയും ഉണർത്താൻ നൽകുന്ന പ്രത്യേക പ്രവർത്തനമാണ്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ക്ലാസ് എടുത്ത് കഴിയുന്നതിന് ശേഷം കുട്ടികൾക്ക് പലതരത്തിലാണ് അവരുടെ സർഗാത്മകത ഉണ്ടായിരിക്കുക അല്ലേ. കുട്ടികളൊക്കെ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള സർഗാത്മക കഴിവുകളായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അപ്പം അത്തരം കഴിവുകളിൽ ഊന്നിയിട്ട് അവർ നിർമ്മിക്കുന്ന അവരുടെ സർഗാത്മക രചനകളാണ് ഈ രീതിയിൽ പെടുന്നത്. ഇപ്പോൾ നമുക്കൊരു പാഠഭാഗത്തിന് ആസ്പദമാക്കിയിട്ട് അവർക്ക് കഥ, കവിത, ചിത്രരചന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് അവസരം കൊടുക്കാം. അതാണ് ആ ഒരു രീതിയിൽ വരുന്നത്. എന്താണോ നമ്മൾ ആ ഒരു തരത്തിൽ കൊടുക്കുന്നത് ആ ഇത് മാത്രമാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് എഴുതേണ്ടത്. ഇനി അടുത്തതാണ് പാർട്ട് C. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ പാർട്ട് C എന്ന് പറയുന്നത്. ഈ പാർട്ട് Cയിൽ വരുന്നത് പഠന പ്രക്രിയകളും വിലയിരുത്തലും എന്നൊരു ഭാഗമാണ് വരുന്നത്. അതായത് നമ്മുടെ TMനെ എന്ത് ചെയ്യുന്നു? 2 ഭാഗമാക്കി തിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇത് പഠന പ്രക്രിയ, മറ്റൊരു ഭാഗത്ത് അതിൻ്റെ വിലയിരുത്തൽ. അങ്ങനെ 2 കോളായിട്ട് തിരിക്കുന്നു. അതാണ് പാർട്ട് Cയിൽ വരുന്നത്. ആദ്യത്തെ കോളമായിട്ടുള്ള പഠന പ്രക്രിയ എന്ന ഭാഗത്ത് വരുന്നത് ക്ലാസ് മുറിയിൽ നടപ്പാക്കുന്ന പ്രധാന ഘട്ടങ്ങളാണ്, അതായത് പ്രധാന പ്രവർത്തനങ്ങളാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അതായത് എന്തൊക്കെയാണോ അധ്യാപകൻ ആ ക്ലാസ്സിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ ഈ ഭാഗത്ത് നമ്മൾ കുറിക്കേണ്ടതാണ്. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ചെന്നിട്ട് ഒരു പാഠഭാഗം എടുക്കുകയാണോ വേണ്ടത്? അല്ലേ. അതായത് ഇപ്പം നമുക്ക് തന്നെ ആയാലും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമുക്ക് തന്നെ ഒരു അധ്യാപകൻ വന്നിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ വേഗം ബുക്ക് എടുക്കൂ, അല്ലെങ്കിൽ ടെക്സ്റ്റ് എടുക്കൂ, നിങ്ങളിത് എഴുതൂ, അല്ലെങ്കിൽ നിങ്ങളത് വായിക്കൂ, അല്ലെങ്കിൽ ഇന്നലെ പഠിച്ചത് ഇതല്ലേ, അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി പഠിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിരസത ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികളിൽ പഠന സന്നദ്ധത വരുത്തുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പ്രവേശന ഘട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘട്ടമുണ്ട്. അതായത് കുട്ടികൾക്ക് മുൻപേ ഉള്ള അറിവുകളൊക്കെ നമ്മൾ ഉണർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ മുന്നറിവുകൾ ഉണർത്തുന്നതിലൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യും? ഈ പഠിക്കാനുള്ളൊരു സന്നദ്ധതയും അതുപോലെ തന്നെ പാഠഭാഗത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ അധ്യാപകൻ പറയുകയാണെങ്കിൽ നമുക്ക് അതിനോട് പ്രതികരിക്കാനും അതിലൂടെ ഇനി എന്താണ് എന്നുള്ളത് ഒരു ആകാംക്ഷ ഉണർത്താനും നമുക്ക് അതിലൂടെ പറ്റുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളൊരു ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ആദ്യ ഭാഗത്ത് കൊടുക്കേണ്ടത്. അതിൽ തന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് ആശയ രൂപീകരണ ഘട്ടം. അതായത് കുട്ടികൾ എന്ത് ചെയ്യാണ്? ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെയും അതുപോലെ തന്നെ കുട്ടികൾ സ്വയം നിരീക്ഷണങ്ങളിലൂടെയൊക്കെ അറിവ് നിർമ്മിക്കുന്നൊരു ഘട്ടമാണ് അവിടെ വരുന്നത്. അടുത്തത് ക്രോഡീകരണം ഉണ്ട്. അതായത് കണ്ടെത്തിയ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? അധ്യാപകന്റെ സഹായത്തോട് കൂടിയിട്ട് ഉറപ്പിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു പ്രവർത്തനം, പഠന പ്രക്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു മോഡൽ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഈ പഠന പ്രക്രിയ, അതിൽ നൽകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിൽ കുറച്ചുകൂടെ
വിശദീകരിച്ച് പറയാം. ഇനി അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കൊടുക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കോൾ ഉണ്ടായിരിക്കും അല്ലെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിലയിരുത്തലിൻ്റെ കോളാണത്. അപ്പം അതിൽ വരുന്നത് കുട്ടികൾ ആ ഒരു പ്രവർത്തനം കുട്ടികളിലേക്ക് എങ്ങനെ എത്തി, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിലൂടെ കുട്ടികൾ ആ ഒരു ലക്ഷ്യം കൈവരിച്ചോ എന്ന് നോക്കുന്ന രേഖപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഈ വിലയിരുത്തൽ കോൾ എന്ന് പറയുന്നത്. കുട്ടികളിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം കുട്ടികളിൽ എത്തി, എത്ര കുട്ടികളിലാണ് എത്തിയത്, ഇപ്പൊ 2 കുട്ടികളാണ് പ്രതികരിച്ചത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്, അങ്ങനെയൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ വിലയിരുത്തൽ കോളം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യണം, ഒരു തുടർ പ്രവർത്തനം കൊടുക്കേണ്ടതുണ്ട്. അതായത് അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതും ഈ ഒരു ക്ലാസ്സിൻ്റെ സമ്പൂർണവുമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മൾ തുടർ പ്രവർത്തനമായിട്ട് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് ഹോംവർക്ക് ഒക്കെ തരില്ലേ, ആ കാര്യങ്ങളാണ് അതിൽ പെടുന്നത്. ഈ തുടർ പ്രവർത്തനം തന്നെ 2 രീതിയിലുണ്ട് കേട്ടോ. നിങ്ങൾ തുടർ പ്രവർത്തനം എന്ന് കേൾക്കുമ്പോഴേ അത് ഹോംവർക്ക് ആണെന്ന് വിചാരിക്കരുത്. തുടർ പ്രവർത്തനം തന്നെ 2 രീതിയിലുണ്ട്. നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള 2 പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് പെടുന്നുണ്ട്. അപ്പം അത് എന്താന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൻ്റെ ഒരു സമ്പൂർണവും ആയിരിക്കണം, ആശയം മൊത്തത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം, അതുപോലെ തന്നെ അടുത്ത ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതുമായിട്ടുള്ളൊരു പ്രവർത്തനമായിരിക്കണം. അതാണ് നിങ്ങൾ തുടർ പ്രവർത്തനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നതാണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ രീതിയിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറയും. ആ ഒരു ക്ലാസ് എടുക്കുന്നതിലൂടെ അധ്യാപകന് ലഭിക്കുന്ന നേട്ടങ്ങളാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് പറയുന്നത്. അതായത് ആ ഒരു ടീച്ചിങ് മാനുവൽ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ക്ലാസ്സിൽ എടുക്കുന്ന ആ ഒരു പാഠാസൂത്രണം, ആ പാഠാസൂത്രണത്തിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടി, അതായത് ഒരു അധ്യാപക വിദ്യാർത്ഥിക്ക് എന്തൊക്കെ കിട്ടി, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള പഠന ലക്ഷ്യങ്ങൾ കുട്ടികളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞോ, ഈ പാഠാസൂത്രണം സമയബന്ധിതമായിട്ട്, അതായത് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റുള്ള ക്ലാസ്സിൽ കൃത്യമായിട്ട് ആ ഒരു പാഠാസൂത്രണം എത്തിക്കാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തണം. അതായത് ക്ലാസ് നേരത്തെ കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ദിവസം മുതൽ ആ ഒരു ക്ലാസ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്, ആ സമയം ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ദീർഘമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പം അതൊക്കെ എന്താണ്, ആ ഒരു ക്ലാസ് എടുക്കുന്നതിലൂടെ അധ്യാപകൻ എന്താണ് ലഭിച്ചത്, കുട്ടികൾ എങ്ങനെയുള്ളതായിരുന്നു, കുട്ടികളിലേക്ക് ഇനി എത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓരോ കുട്ടികളും വ്യത്യസ്തരായിരിക്കും അല്ലേ. അപ്പോൾ ആ വ്യത്യസ്തതയ്ക്ക് അനുസരിച്ച് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കുറിപ്പായിരിക്കണം ഈ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഓരോ ക്ലാസ്സിന് ശേഷവുമുള്ള ടീച്ചേഴ്സ് റിഫ്ലക്ഷനാണ് സ്വന്തം ബോധന രീതികൾ വിലയിരുത്താനും അതുപോലെ തന്നെ പ്രൊഫഷണലായി വളരാനും അധ്യാപകരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം സഹായിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം സഹായിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ നമ്മുടെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഇവിടെ ഇപ്പോൾ മലയാളം വിഷയത്തിലെ ക്ലാസ് 3ാം ക്ലാസ്സിലെ ഒരു പാഠാസൂത്രണമാണ് ഇവിടെ നിങ്ങൾക്ക് മോഡലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ടില്ലേ, പാർട്ട് എ, അതിൽ അധ്യാപക വിദ്യാർത്ഥിയുടെ പേരുണ്ട്, വിദ്യാലയത്തിൻ്റെ പേരുണ്ട്, ക്ലാസ്, വിഷയം, യൂണിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ കോളേജിനും ഇത് ഓരോ രീതിയിലാണ്, നിങ്ങൾക്ക് എങ്ങനെയാണോ കോളേജിൽ നിന്ന് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ എഴുതുക. ചില കോളേജിൽ ഇതേമാതിരി മാത്രം തന്നിട്ട് ഈ സമയം, തീയതി എന്നുള്ളതൊക്കെ ലാസ്റ്റിലേക്കായിരിക്കും തരിക. എന്നാൽ ചിലയിടത്ത് ഇത് ഒരു ഭാഗം തന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെയായിരിക്കും സമയം, തീയതി എഴുതാനുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കുക. അത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കോളേജിൽ നിന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ എഴുതുക കേട്ടോ. ഇതിൽ ഇനി അടുത്തത് ആശയങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പാഠഭാഗത്തിലൂടെ, ഒരു ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് ലഭിക്കേണ്ടുന്ന ആശയങ്ങളാണ് വരുന്നത്. ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, കേരളത്തിൻ്റെ തനതായ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തത്. അടുത്തത് ശേഷികൾ, നൈപുണികളാണ്. അതായത് കഥ ഭാവാത്മകമായി അവതരിപ്പിക്കാനുള്ള നൈപുണി. കുട്ടികൾക്ക് ആ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് കിട്ടുന്നതിലൂടെ കുട്ടികളിൽ നിക്ഷിപ്തമായിരിക്കുന്ന, കുട്ടികളിലേക്ക് കിട്ടുന്ന കുറച്ച് മൂല്യങ്ങൾ, ശേഷികൾ, നൈപുണികളൊക്കെ ഉണ്ട്. അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ.
അതൊക്കെ എഴുതി വരുമ്പോൾ ഒരു 2-3 TM എഴുതി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യമൊക്കെ നമുക്ക് കുറേ സമയം എടുക്കുമെങ്കിലും പിന്നെ വളരെ പെട്ടെന്ന് നമുക്കൊരു ടീച്ചിങ് മാനുവൽ എഴുതാനുള്ള രീതിയിലേക്ക് നമ്മളെത്തും. അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അടുത്തത് മൂല്യങ്ങൾ, മനോഭാവങ്ങളാണ്. അതായത് കേരളത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് അറിയാനുള്ള മനോഭാവം. അത് ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ കിട്ടുന്ന മൂല്യങ്ങളും മനോഭാവങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളിലേക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ TMൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യവഹാര രൂപങ്ങളാണ്. പിന്നെ പഠന സാമഗ്രികൾ ഉണ്ടായിരിക്കും. ചില കോളേജിൽ ഇതുപോലെ പറഞ്ഞതാണ്, പഠന സാമഗ്രികൾ എന്നുള്ള സ്ഥലത്ത് ചില കോളേജുകളിൽ ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ചില കോളേജിൽ നിന്ന് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത് ഒരിക്കലും ഒരു പഠന സാമഗ്രി അല്ല എന്ന്. കാരണം അത് വായിച്ചാൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അധ്യാപകന് സഹായകമായിട്ടുള്ളതാണ്. അപ്പം അതിൽ വരുന്നത് ചാർട്ട്, ICT അല്ലെങ്കിൽ മറ്റു രൂപങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. കോളേജിൽ നിന്ന് എന്താണോ ഇൻസ്ട്രക്ഷൻ തരുന്നത് അതുപോലെ എഴുതുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമയം, തീയതി എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ഭാഗമായിട്ട് വരുന്നതാണ് പാർട്ട് C എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഠന പ്രവർത്തനങ്ങൾ. ഇവിടെ പഠന പ്രവർത്തനങ്ങൾ എന്നാണ് കൊടുത്തുള്ളത്. അതും നിങ്ങളുടെ കോളേജിൽ നിന്ന് എന്താണോ പറയുന്നത് ആ രീതിയിൽ എഴുതുക കേട്ടോ. ചില കോളേജിൽ നിന്ന് പഠന പ്രക്രിയകൾ എന്ന് മുകളിൽ കൊടുത്തിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കൊടുക്കില്ലേ, അതിനാണ് പ്രവർത്തനങ്ങൾ എന്ന് കൊടുക്കേണ്ടത്. പ്രവർത്തനം 1, പ്രവർത്തനം 2, തുടർ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ടത് അതിനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കോളേജിൽ നിന്ന് പറയുന്നത് ആ രീതിയിൽ എഴുതുക. ചില സ്ഥലത്ത് പഠന പ്രവർത്തനങ്ങളെന്നും ചിലയിടത്ത് പഠന പ്രക്രിയകളെന്നും കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക. ഇങ്ങനെ 2 കോളായിട്ട് തിരിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് കോളത്തിൽ വരുന്നത് വിലയിരുത്തലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ പ്രവേശക പ്രവർത്തനം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിൽ പഠന സന്നദ്ധത വളർത്താനും അതുപോലെ തന്നെ അവരുടെ മുന്നറിവുകളെ ഉദ്ദീപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രവേശക പ്രവർത്തനത്തിൽ കൊടുക്കുന്നത്. അത് നിങ്ങളിത് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്, പ്രവർത്തനം 1 വരുന്നുണ്ട്. ആ പ്രവർത്തനം 1 എന്താണ്, നമ്മൾ അതിലേക്ക് കടക്കുകയാണ്, കഥാവായന അല്ലേ. അപ്പോൾ ആ കഥ കുട്ടികളോട് വായിക്കാൻ പറയുന്ന രീതിയിലേക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും, നമ്മൾ ഓരോ പ്രവർത്തനം 1 കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികൾ എന്താണോ കുട്ടികളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അതിലെഴുതണം. അധ്യാപകൻ ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് അധ്യാപകൻ ചോദിക്കുന്ന ചോദ്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നമ്മൾ അതിലെഴുതണം. അത് കഴിഞ്ഞിട്ട് ഒരു ക്രോഡീകരണം കൊടുക്കുന്നത് നന്നായിരിക്കും. അത് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിലൂടെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ആ പ്രവർത്തനം കഴിഞ്ഞിട്ട് കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞ് എന്നാൽ ശരി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിട്ട് കടക്കുകയല്ലല്ലോ ഒരു അധ്യാപകൻ ചെയ്യുന്നത്. അതിന് പകരം അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്രോഡീകരണം കൊടുക്കണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ക്രോഡീകരണമാണ് നമ്മൾ അടുത്ത ഭാഗമായിട്ട് എഴുതണം. അങ്ങനെ ഓരോ പ്രവർത്തനം കഴിഞ്ഞാലും നിങ്ങളൊരു ക്രോഡീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ പ്രവർത്തനം 1 കഴിഞ്ഞു, അടുത്തത് പ്രവർത്തനം 2, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു 45 മിനിറ്റിൽ നമുക്ക് ചില സമയത്ത് 2 പ്രവർത്തനം കൊടുക്കാൻ പറ്റും, ചില സമയത്ത് 3 പ്രവർത്തനമൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ സമയത്തിനനുസരിച്ച് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ അവരെ നമ്മൾ അതിലേക്ക് എത്തിക്കാനും പ്രവർത്തനം ചെയ്ത് നമുക്ക് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു 2 പ്രവർത്തനമൊക്കെ ഉൾപ്പെടുത്തിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ക്രോഡീകരണം കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓരോ പ്രവർത്തനം കഴിഞ്ഞിട്ട് ക്രോഡീകരണം കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യുക, തുടർ പ്രവർത്തനം കൊടുക്കുക. അതായത് അടുത്ത ക്ലാസ്സിലേക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ. ഇപ്പോൾ LP ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ എന്താണ്, ഇപ്പോൾ ഇവിടെ കൊടുത്തതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പലഹാരത്തിൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട 2 പലഹാരങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവർത്തനം, ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനം കൊടുത്താൽ മതി. അത് ക്ലാസ്സിന് അനുയോജിച്ചുള്ളതായിരിക്കണം കേട്ടോ. കുട്ടികളുടെ വയസ്സിനും അതുപോലെ തന്നെ അവരുടെ ചിന്താശേഷിക്കൊക്കെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധ്യാപകന് ലഭിക്കുന്ന നേട്ടങ്ങളും ഇനി വരുത്തേണ്ട മാറ്റങ്ങളൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.